ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ശ്ലീഹാകാലത്തിലെ 7ാമത്തെ ഞായറാഴ്ചയിലേക്ക്, അവസാന ഞായറാഴ്ചയിലേക്ക് നമ്മൾ എത്തി നിൽക്കുകയാണ്. അടുത്ത ഞായറാഴ്ച മുതൽ കൈത്താക്കാലം അഥവാ ഫലാഗമന കാലം ആരംഭിക്കും. ഈ അവസാനത്തെ ശ്ലീഹാകാലത്തിൻ്റെ അവസാന ഞായറാഴ്ച കർത്താവ് ഈശോ മിശിഹ നമ്മോട് ധ്യാനിക്കാൻ ആവശ്യപ്പെടുന്ന കാര്യം നമുക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്നും അയക്കപ്പെട്ട സഹായകനെ കുറിച്ചാണ്. നമുക്കറിയാം, കർത്താവും അപ്പോസ്തലന്മാരും കൂടി വള്ളത്തിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കൊടുങ്കാറ്റുണ്ടായി, വഞ്ചിയിലേക്ക് വെള്ളം ഇങ്ങനെ ഇരച്ചു കയറി. ശിഷ്യന്മാർ ആകെ ടെൻഷനിലായി, മുങ്ങി നശിക്കാൻ പോവുകയാണെന്ന് അവർ വിചാരിച്ചു. ഈശോ അമരത്ത് തലയിണ വെച്ച് ഉറങ്ങുകയായിരുന്നു. അവസാനം നശിക്കും എന്ന് ഉറപ്പ് വന്നപ്പോൾ അവര് ലാസ്റ്റ് ചെയ്ത കാര്യമാണ് കർത്താവിനെ വിളിച്ചുയർത്തി, ഗുരു, ഞങ്ങൾ നശിക്കാൻ പോകുന്നു എന്ന് പറയാണ്. അപ്പൊ ഈശോ കാറ്റിനെയും കടലിനെയും ശാസിച്ചു, ശാന്തതയുണ്ടായി. ഇവൻ ആര് എന്ന് അപ്പോസ്തലന്മാരൊക്കെ ചോദിക്കുകയാണ്. കൂടെ ഉണ്ടായിട്ടും അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്നത് കണ്ടിട്ടും കടലിനെയും കാറ്റിനെയും ശാന്തമാക്കാൻ കർത്താവിന് കഴിയും എന്ന് അപ്പോസ്തലന്മാർക്ക് തോന്നിയില്ല. അല്ലെങ്കിൽ സഹായകനായിട്ടുള്ള അന്നത്തെ കർത്താവ് ഈശോ മിശിഹ തന്നെ അവരോട് കൂടെ ഉണ്ടായിട്ടും അവർക്ക് ആ സഹായം ചോദിക്കാനായിട്ട് തോന്നിയില്ല. ഇന്ന് അതേ അവസ്ഥയിൽ തന്നെയാണ് നമ്മൾ ഓരോരുത്തരും കടന്നു പോകുക. കർത്താവ് നമുക്ക് നിത്യമായ ഒരു സഹായകനെ തന്നിരിക്കുകയാണ്. നമ്മുടെ കൂടെ, നമ്മുടെ ഉള്ളിൽ ആ സഹായകനുണ്ട്. നമ്മൾ എന്ത് ആവശ്യത്തിന് വിളിച്ചാലും നമ്മളെ സഹായിക്കാൻ വേണ്ടി അവൻ തയ്യാറുമാണ്. ഇന്ന് 18ാമത്തെ വചനത്തിൽ യോഹന്നാൻ 14:18 പറഞ്ഞിരിക്കുന്നത്, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല എന്നാണ്. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഇത് ഒരു പക്ഷേ ഷിബുവച്ചൻ പറഞ്ഞാൽ അത്രയ്ക്കങ്ങ് പ്രാവർത്തികമാക്കാൻ പറ്റും എന്ന് തോന്നുന്നില്ല. ഞാനിങ്ങനെ ചുമ്മാ പറയാം, അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലുമൊക്കെ പറഞ്ഞാൽ സാഹചര്യം അനുസരിച്ച് നമ്മുടെ സംസാരവും നമ്മുടെ തീരുമാനങ്ങളൊക്കെ മാറാം. പക്ഷേ ആകാശവും ഭൂമിയും കടന്നുപോയാലും എൻ്റെ വചനത്തിൽ വള്ളി പുള്ളി വ്യത്യാസം വരികയില്ലെന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. വചനം കടന്നു പോകില്ല. ഇത് പറഞ്ഞിരിക്കുന്നത് കർത്താവാണ്. അതുകൊണ്ട് ഉറപ്പായും നമുക്ക് സഹായകനായി പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെയുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കണം. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരൊക്കെ എൻ്റെ അടുത്ത് വരട്ടെ, എൻ്റെ മുഖം വഹിക്കാൻ എളുപ്പമുള്ളതാണ്, എൻ്റെ ചുമട് ഭാരം കുറഞ്ഞതാണ്. എന്തുകൊണ്ടാണെന്നറിയാമോ? ഈശോയുടെ അടുത്തേക്ക് കടന്നു വരുമ്പോൾ, ബലിപീഠത്തിന്റെ അടുത്തേക്ക് കടന്നു വരുമ്പോൾ ബലിപീഠത്തിൽ നിന്നും പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ അങ്ങ് വരികയാണ്. പിന്നെ ഭാരം എടുക്കുന്നത് ആരാണ്? പരിശുദ്ധാത്മാവാണ്. നമ്മളല്ല, പരിശുദ്ധാത്മാവാണ് നമ്മുടെ ഭാരം ഏറ്റെടുക്കുന്നത്. അപ്പൊ നമുക്ക് ഭാരം തോന്നുന്നില്ല. ഇന്ന് ആലോചിച്ച് നോക്കിയേ, എന്തോരം വേദനകളും എന്തോരം പ്രതിസന്ധികളും കുടുംബ സംബന്ധമായ പ്രശ്നങ്ങളുമാണ് ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും കൊണ്ട് നടക്കുന്നത്. വയ്യ കർത്താവെ ഇത് വഹിക്കാൻ എന്ന് എത്രയോ പ്രാവശ്യമാണ് നിങ്ങൾ കർത്താവിന്റെ മുമ്പിൽ വന്ന് പറയുന്നത്. മോശ പണ്ട് ഇസ്രായേൽ ജനത്തെ ഇങ്ങനെ മരുഭൂമിയിലൂടെ ഇങ്ങനെ നയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവര് പലവട്ടം മോശയ്ക്കെതിരെ പിറുപിറുക്കുമ്പോൾ മോശ പറഞ്ഞത് തന്നെയായിരുന്നു, ഞാനാണോ ഈ ജനത്തെ ഗർഭം ധരിച്ചത്? ഞാനാണോ അവരെ പ്രസവിച്ചത്? ഞാൻ ഇതുപോലെ സഹനങ്ങൾ ഏറ്റെടുക്കാൻ ഞാൻ എന്ത് തെറ്റ് ചെയ്തു? എന്നെ മരിപ്പിച്ചുകൂടെ എന്ന് ചോദിച്ചുകൊണ്ട് മോശ പ്രാർത്ഥിക്കുന്ന ഒരു രംഗമുണ്ട്. അതുപോലെയാണ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ കുടുംബജീവിതത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ താങ്ങാൻ പറ്റാതെ വരുമ്പോൾ, അല്ലെങ്കിൽ എല്ലാം ഭംഗിയായിട്ട് ചെയ്തിട്ടും മക്കളിൽ നിന്നും ജീവിത പങ്കാളികളിൽ നിന്നും മാതാപിതാക്കന്മാരിൽ നിന്നൊക്കെ കുത്തുവാക്കുകളും പോരായ്മയുള്ള വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ തളർന്നു പോകുന്ന ഒരവസ്ഥ ഉണ്ടാകാറില്ലേ? അപ്പോഴൊക്കെ കർത്താവിന്റെ മുമ്പിൽ വന്നിട്ട് നമ്മൾ പറയാറില്ലേ, എന്നെ അങ്ങോട്ട് എടുക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും അല്ലേ? എന്നെ അങ്ങ് സ്വീകരിക്കുക, എന്നെ കൊണ്ട് വയ്യ കർത്താവ് ഇത് മുഴുവൻ താങ്ങാൻ. അപ്പൊ ഈശോ സ്വർഗത്തിൽ നിന്ന് നമ്മൾ നോക്കി ചിരിച്ചിട്ട് പറയും, ആര് പറഞ്ഞു നിന്നോട് ഇത് മുഴുവൻ താങ്ങാൻ? നിനക്ക് അതിന് സഹായിക്കാനായിട്ട് ഒരാളെ തന്നിട്ടില്ലേ? നിനക്കൊന്ന് വിളിച്ചുകൂടെ ആളെ? നമ്മളൊന്ന് വിളിച്ചാൽ മതി, നമ്മുടെ കൂടെ ഈ പരിശുദ്ധാത്മാവുള്ള ബോധ്യം ഉണ്ടായാൽ മതി. അതിനെയൊക്കെ അതിജീവിക്കാനായിട്ട് സിമ്പിളായിട്ട് നമുക്ക് പറ്റും. അപ്പൊ ഇന്ന് ഈ വചനത്തിന്റെ വെളിച്ചത്തിൽ നമ്മുടെ മനസ്സിലൊരു ഉറപ്പായ ബോധ്യം ഉണ്ടാകണം, പരിശുദ്ധാത്മാവ് എൻ്റെ കൂടെയുണ്ട്, എൻ്റെ ഉള്ളിലുണ്ട്, അവനാണ് എൻ്റെ ഹൃദയത്തിൽ വസിക്കുന്നത്. അങ്ങനെയെങ്കിൽ എനിക്ക് ഒരു മലയും അല്ലെങ്കിൽ ഒരു പ്രതിബന്ധവും എനിക്ക് തടസ്സമാകില്ല, എല്ലാത്തിനെയും ഞാൻ അതിജീവിക്കും എന്ന് ഹൃദയത്തിൽ ഒരു തീരുമാനമെടുക്കാനായിട്ട് പറ്റണം. ഞാനിന്ന് ഈ വചനത്തെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നൊരു ചിന്ത കൂടി ഞാൻ പങ്കുവയ്ക്കുകയാണ്. ഈശോ എൻ്റെ മനസ്സിൽ തോന്നിപ്പിച്ചു, കർത്താവ് നമ്മളെ സഹായിക്കാനായി
ഒരു നിത്യമായ സഹായകനെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ എന്തുകൊണ്ട് അതുപോലെ നിങ്ങൾക്ക് സഹായകരായിട്ട് മാറിക്കൂടാ? അല്ലേ? നമ്മളെ ഓരോരുത്തരെയും കർത്താവ് വിളിച്ചിരിക്കുന്ന എന്തിനു വേണ്ടിയാണ്? പരിശുദ്ധാത്മാവിനെ പോലെ നമ്മുടെ ചുറ്റുപാടുമുള്ളവരെയൊക്കെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് കർത്താവ് വിളിച്ചിരിക്കുന്നത്. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ചുറ്റുപാടുള്ളവരെ നോക്കിക്കൊണ്ട് പറയാൻ പറ്റണം, ഞാൻ ഉള്ളിടത്തോളം നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരികയില്ല. ഞങ്ങൾ റീജൻസി സമയത്ത് ഈ അട്ടപ്പാടി മലക്കപ്പാറ എത്തുന്നതിന് മുമ്പ് ഒരു പത്തടിപ്പാലം എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങി പോകുമ്പോൾ അടിച്ചിത്തുട്ടി എന്ന് പറഞ്ഞൊരു ആദിവാസി കോളനി ഉണ്ട്. അവിടെ ഞങ്ങൾ ഒരു 10 ദിവസത്തോളം ഒരു മാസത്തോളം ഞങ്ങൾ ഒരു അക്ഷരം പഠിപ്പിക്കാൻ വേണ്ടി അവിടെ താമസിച്ചു. അന്ന് ഞങ്ങൾ ഈ താഴേക്ക് ഒരുപാട് ഇറങ്ങിപ്പോണം. ഇപ്പോൾ വഴിയൊക്കെ ശരിയായിട്ടുണ്ടെന്ന് തോന്നുന്നു. അന്ന് മല ഇറങ്ങി കുറേ കയറണം, അത് കഴിഞ്ഞിട്ട് ഇറങ്ങണം, വയ്യാതാകും താഴെ എത്തുമ്പോൾ. അങ്ങനെ ഞങ്ങളെ കൊണ്ടുപോയി അവിടെ എത്തി അട്ടയൊക്കെ കടിച്ച് ആകെ അവശ നിലയായിട്ടാണ് ഞങ്ങൾ അവിടെ എത്തുന്നത്. എത്തിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അന്ന് വയ്ക്കാനുള്ള അരിയും കറി വയ്ക്കാനുള്ള സാധനങ്ങളൊന്നും മേടിച്ചിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യും വാങ്ങിക്കാനായിട്ട്? മലക്കപ്പാറ പോയാൽ അന്ന് സാധനങ്ങൾ കിട്ടുള്ളൂ. അപ്പോൾ ഈ ആദിവാസികളായിട്ടുള്ള സഹോദരങ്ങൾ പറഞ്ഞു, ഞങ്ങളിപ്പോൾ മലക്കപ്പാറയ്ക്ക് പോകുന്നുണ്ട്, നിങ്ങളിൽ ആരെങ്കിലും കൂടെ വന്നാൽ ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ നിങ്ങളെ സഹായിക്കാം. അപ്പോൾ ഞങ്ങളെ കൊണ്ടുപോയ ഒരു പോളി എന്ന് പറയുന്ന സാറാണ്. ഈ സാറ് ഞങ്ങൾ 3 ബ്രദേഴ്സുണ്ട്, 3 പേരുടെയും മുഖത്തേക്ക് നോക്കി, ഞാനും നോക്കി, ബാക്കി കൂടെയുള്ള 2 പേരുടെ. എനിക്ക് മനസ്സിലായി അവർ പോകില്ല എന്നുള്ള കാര്യം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ പോകാം, ഞാൻ റെഡിയായി പോകാനായിട്ട്. അപ്പോൾ ഇത് ഇറങ്ങി വന്ന ക്ഷീണം മാറിയിട്ടില്ല, അതിനു മുമ്പ് കയറാൻ പോവാണ്. എന്നാലും ശക്തിയൊക്കെ സംഭരിച്ച് ഞാൻ പറഞ്ഞു, ഞാൻ വന്നോളാം. അങ്ങനെ ഞാൻ ഇവരുടെ കൂടെ പോവാണ്. അപ്പോൾ ഒരു 5 ആദിവാസി സഹോദരങ്ങളും പിന്നെ ഞാനുമാണ് പോകുന്നത്. ആ പോകുമ്പോൾ എനിക്കൊരു പേടി, ഞാൻ ആദ്യമായിട്ടാണ് ഇവരുടെ കൂടെ പോകുന്നത്. കുറേ വഴി കൊടും കാടിൻ്റെ ഉള്ളിൽ കൂടെയാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവരെങ്ങാനും എന്നെ തട്ടിയാ എന്ത് ചെയ്യും? അപ്പം എൻ്റെ മനസ്സിലിങ്ങനെ പേടിയായിട്ട് ഞാനിങ്ങനെ പതുക്കെ പതുങ്ങി നടക്കുക, ഇവരുടെ അടുത്ത് നിശ്ചിതോളം മാറിയിട്ട്. അപ്പം അതിനകത്ത് ഒരു സഹോദരൻ, ചന്ദ്രൻ എന്ന് പേരുള്ള ഒരു സഹോദരൻ എൻ്റെ നേരെ തിരിഞ്ഞിട്ട് പറഞ്ഞു, മാഷ് എന്തിനെ പേടിക്കണേ? മാഷ് ഞങ്ങളുടെ കൂടെ നടന്നോ? ഞങ്ങൾ 5 പേരും മരിച്ചിട്ടാണ് മാഷ് മരിക്കുള്ളൂ. മനസ്സിലായോ? എന്തൊരു ചങ്കൂറ്റായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര കോൺഫിഡൻസോടുകൂടി പറയണം. എൻ്റെ വേദന മുഴുവൻ അവർ മനസ്സിലാക്കി, എൻ്റെ ആശങ്ക മുഴുവനും മനസ്സിലാക്കിയിട്ട് എന്നോട് പറഞ്ഞ ഡയലോഗാണ്, ഞങ്ങൾ 5 പേരും മരിച്ചിട്ടേ മാഷ് മരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ അവിടെ എപ്പോഴും ആന ഇറങ്ങുന്ന സ്ഥലമാണ്. അപ്പം പേടിയുണ്ടായിരുന്നു. അപ്പം അവർ വിചാരിച്ചത് ഈ ആന വരും അല്ലെങ്കിൽ പുലി വരും എന്ന് പേടിച്ചിട്ടാണ് ഈ മാഷ് ആയിട്ടാണ് അവർ സ്വീകരിക്കുന്നത്. മാഷ് പേടിക്കുന്നതെന്നാണ്. ഞാൻ പേടിച്ചത് ആനയും പുലിയെയും അല്ല, കൂടെ നടക്കുന്ന ഈ 5 പേരെയാണ്. അതവർക്ക് മനസ്സിലായില്ല. ഭാഗ്യമായി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പോഴും ആ സഹോദരൻ ചാലക്കുടിയിലേക്ക് വന്ന, ഇന്ന് അവൻ അവിടുത്തെ ആദിവാസി കോളനിയുടെ മൂപ്പനാണ്. അവർ ചാലക്കുടിയിലേക്ക് വന്ന അപ്പോൾ എന്നെ വിളിക്കും, മാഷ് എവിടെയാണ്? മാഷിനെ കാണാൻ പറ്റുമോ? ഞങ്ങളൊന്ന് വന്നോട്ടെ കാണാൻ, ഇങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ട് വിളിക്കും. ആ സ്നേഹം ഇന്നും നിലനിൽക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവ് ഈശോ മിശിഹായുടെ സഹായകനായ പരിശുദ്ധാത്മാവ് അങ്ങനെയാണ്. പരിശുദ്ധാത്മാവിനെ എന്തെങ്കിലും ചെയ്തിട്ടേ നമ്മളെ ഉപദ്രവിക്കാനായിട്ട് പറ്റുള്ളൂ, അതിനെ കർത്താവ് സമ്മതിക്കുള്ളൂ. അതുപോലെ നമുക്കും പറയാൻ പറ്റണം, ഞാനുള്ളിടത്തോളം കാലം നിങ്ങൾക്കൊരു ചുക്കും സംഭവിക്കില്ല, നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക എന്ന് പറയാനുള്ള ഒരു ചങ്കുറ്റം നമുക്ക് എപ്പോഴും ഉണ്ടാകണം. ആരോടാ പറയേണ്ടത്? നമ്മുടെ അയൽപ്പക്കക്കാരോട്. നമ്മുടെ സുഹൃത്തുക്കൾ പതറി നിൽക്കുന്നത് കാണുമ്പോൾ, നമ്മുടെ വീട്ടിലുള്ളവർ തന്നെ പതറി നിൽക്കുന്നത് കാണുമ്പോൾ ധൈര്യം കൊടുക്കാനായിട്ടുള്ള ഒരു ചങ്കൂറ്റം നമ്മൾ കാണിക്കണം. ഈ ചങ്കൂറ്റം വേണമെങ്കിൽ നമ്മളിൽ പരിശുദ്ധാത്മാവ് ഇങ്ങനെ നിറഞ്ഞ് കത്തി നിൽക്കണം. ഒരു കത്തി നിൽക്കുന്ന ഒരവസ്ഥ നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ. നിത്യസഹായകനായ പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കട്ടെ. നമ്മൾ ചുറ്റുമുള്ളവർക്കെല്ലാവർക്കും നിത്യസഹായകരായി മാറുകയും ചെയ്യട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.